ഇന്ത്യക്ക് ലോകരാജ്യങ്ങളിൽ നിന്നുമുള്ള പിന്തുണ ഏറുകയാണ്. അതുപോലെ തന്നെ രാജ്യത്തിനകത്തും അഭിനന്ദന പ്രവാഹം തുടരുന്നു. കേന്ദ്ര സർക്കാർ നാളെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രശാന്ത് ചേരുന്നുണ്ട്. ഒരിക്കൽ കൂടി പ്രശാന്ത്, ഇന്ത്യയുടെ ഇനിയുള്ള നിലപാടാണ് അറിയേണ്ടത്. നാളെ ഇപ്പോൾ പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ലോക പിന്തുണ ഏറുന്നു രാജ്യത്തിന്. പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണോ? വിവരങ്ങൾ. രാവിലെ 11 മണിക്ക് പാർലമെന്റിലെ ലൈബ്രറി ഹാളിലാണ് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, ഈ 3 പേരുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. സർവകക്ഷി യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. ഈ പഹൽഗാം സംഭവത്തിന് ശേഷം തിരിച്ചടി ആയി നടത്തിയിട്ടുള്ള കാര്യങ്ങളും, ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിലാണ് അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഈ യോഗത്തെ അറിയിക്കും. മന്ത്രിമാരടങ്ങുന്ന സംഘം അറിയിക്കും. അതിനുശേഷം പ്രതിപക്ഷത്തിന്റെ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുക തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. മറ്റ് ഒരു തരത്തിലുള്ള അജണ്ടയും ഇതിന്റെ ഭാഗമായി എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം അതിശക്തമായ നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നു. 200 വിമാനങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. 18 വിമാനത്താവളങ്ങളിലായാണ് ഇത്തരമൊരു നീക്കം. ശ്രീനഗർ അടക്കമാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ അന്താരാഷ്ട്ര വിമാനങ്ങളുണ്ട്, ഒപ്പം തന്നെ നിലവിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളുണ്ട് 23. അങ്ങനെ വളരെ കൃത്യമായ ഒരു നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. ഏതായാലും ലേ, ജമ്മു കാശ്മീർ, അമൃത്സർ, പത്താൻകോട്ട്, ചണ്ഡീഗഡ്, ജോധ്പൂർ, ജയ്സാൽമീർ അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. ഇത് നിലവിൽ നൽകിയിരിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ മെയ് 10-ാം തീയതി വരെയാണ് ഈ നിരോധനം. ഈ വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി മെട്രോ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ നീക്കങ്ങളടക്കം ഈ സർവകക്ഷി യോഗത്തെ അറിയിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരുന്നത്. പ്രധാനമായും ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു പ്രത്യാക്രമണം ഉണ്ടായാൽ അതിനെ നേരിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അതിന് സ്വീകരിക്കേണ്ട നടപടികൾ, അതിനൊപ്പം സർക്കാരിനൊപ്പം പ്രതിപക്ഷം നിൽക്കണം എന്നൊരാവശ്യം കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ 3 മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കൾ അടങ്ങുന്ന സംഘത്തെ അറിയിക്കും.